ഇത് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല. ഒരു സൺഡേ ദിവസം നമ്മൾ റൂമൊക്കെ ഭയങ്കരമായിട്ട് കുളമായിട്ട് കിടക്കുക. റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു മൂവി ഡേറ്റിന് പോകണം. വേറെ എവിടെയല്ല, നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ എൻ്റെ സെക്ഷൻ മാത്രമാണ് കുളമായിട്ട് കിടക്കുന്നത്. നമുക്കത് വൃത്തിയാക്കിയിട്ട് വരാം. ഫസ്റ്റ് റെഡിയാക്കിയിട്ട് വരാം. ഗായ്സ്, ഇത് ഞാൻ എപ്പോഴും പുറത്ത് കൊണ്ടുപോകുന്ന ബാഗാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാമേ. എൻ്റെ GST പേപ്പർ, എപ്പോഴും കാണുന്നൊരു സാധനം ഇനോ, ഒരു ഫേസ് വാഷ്, എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്, വിക്സ്, വീണ്ടും ഇനോ, ഇൻഹലർ, പല്ല് തേക്കാൻ പേസ്റ്റ്. ഇത് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ എടുത്ത് വെച്ചിരുന്നത്. പിന്നെ ഈ ഒരു സാധനം സ്പ്രേയോ എന്തോ ആണ്, ടോണറോ അങ്ങനെ എന്തോ ആണ്. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് കേട്ടോ ഇവൻ എവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സാധനമാണ് ഈ ഒരു ഓർഗനൈസർ. എന്തായാലും റെഡിയാക്കല്ലേ, നമുക്ക് നമ്മുടെ വളയും മാലയും പൊട്ടുമൊക്കെ ഇതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇനി എന്തായാലും ഇത് കുളമാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവനെ സംബന്ധിച്ച് ഇവൻ നല്ല വൃത്തിയുള്ള ആളാണ്. ഡെയിലി റൂമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിടണം. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊന്നുമില്ല, വരിക കിടന്നുറങ്ങുക ആ ഒരു മൈൻഡാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നന്നായിട്ട് ചേർന്ന് വെക്കോളും. അവർ റെഡിയാക്കുന്നു, ഞാൻ കുളമാക്കുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എല്ലാം നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി റൂമൊക്കെ ക്ലീൻ ആക്കി വെക്കും. എൻ്റെ പൊന്നാര ഹസ്ബൻഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമൊക്കെ ക്ലീനാക്കി ഒരുവിധം ഏകദേശം എല്ലാം സെറ്റായി. ഇനി നമ്മൾ മൂവി ഡേറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മളിതാ ഇവിടെ ഇരുന്നാണ് മൂവി ഡേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. വൈകുന്നേരം ഇരിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സമയം കിട്ടാറൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇരിക്കാറുമില്ല. ഇന്ന് എന്തായാലും കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ദേ ആ മുകളിൽ വരയ്ക്കുന്ന ആ റൗണ്ട് പടം ഉണ്ടല്ലോ, അത് ഞാൻ വരച്ചു കൊടുത്തതാ അവന് വേണ്ടിയിട്ട്. അത്ര നന്നായിട്ടൊന്നും വരയ്ക്കില്ല, പക്ഷേ ജസ്റ്റ് എന്തോ പെയിൻറ്റ് ചെയ്ത് അവന് കൊടുത്തു. അവനത് പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മേക്കപ്പ് സെക്ഷനൊക്കെ ഞാൻ സെറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ബൊമ്മയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് ഇവൻ തന്നെ വാങ്ങിച്ചു തന്നതാണ് കല്യാണത്തിന് മുന്നേ. എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അതിനകത്തുനിന്ന് കുറേയൊക്കെ ഞാൻ വണ്ടി കയറ്റി തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി കുറേ സാധനങ്ങളും വീട്ടിലിരിക്കുകയാണ് കേട്ടോ, എടുത്തിട്ടില്ല ഒന്നും. അച്ഛൻ അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ബൊമ്മ എനിക്ക് വണ്ടർലയിൽ നിന്ന് അവൻ ഏത് ഗെയിം കളിച്ചിട്ട് സെറ്റ് ചെയ്ത് വാങ്ങിച്ചു തന്നത്. 6-7 ബൊമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മുടെ മൂവി ഡേറ്റ് നടക്കാൻ പോകുന്നത്. ചെറിയൊരു സ്പേസാണ്, പക്ഷെ നമുക്കൊരു മെത്തയൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്ന് നമുക്ക് സിനിമ കാണാം എന്നുള്ളൊരു ഐഡിയ ആണ്. അതെല്ലാം സെറ്റ് ചെയ്തിരിക്കണം. ഇത്രയും നേരം വീട് വൃത്തിയാക്കി ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് വേണം നമുക്ക് മൂവി ഡേറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ റൂം. ഇത് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് എവിടെ പോയപ്പോഴത്തേക്കും. ഇത് നമ്മൾ രണ്ടുപേരും സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നമ്മൾ പോയ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ഈ ഫ്രിഡ്ജിലൊട്ടിക്കുന്ന ആ മാഗ്നറ്റ് വാങ്ങിക്കത്തില്ല, അത് ഫ്രിഡ്ജിലൊട്ടിക്കാതെ എല്ലാം കൊണ്ട് റൂമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ച് റെഡിയായി സെറ്റായിട്ട് ഇനി മൂവി ഡേറ്റിന് പോകാനായിട്ട് റെഡിയാവാൻ പോവാണ് കേട്ടോ. പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ടിട്ട് ഞാൻ വലിയ ഡ്രസ്സൊന്നും ഇടുന്നില്ല. വീട്ടിൽ ഇടുന്ന ഒരു ഷോർട്ട്സും ഒരു ബനിയനും തന്നെ ഇട്ടിരിക്കുന്നത്. ഇതും അവൻ്റെ ബനിയൻ തന്നെയാണ്. എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഞാൻ ഭയങ്കര മേക്കപ്പാണെന്ന്. എൻ്റെ അനിയനൊക്കെ ഉണ്ടല്ലോ, എന്താ ഇത്ര മേക്കപ്പ്, മാമി എന്താ ഇത്ര മേക്കപ്പ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു മേക്കപ്പും ചെയ്യില്ല. ആകെ ചെയ്യുന്നത് ഈ ഒരു ടോണർ ഫേസിലിട്ട്. പിന്നെ ഇതിപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു 2 മാസമായിട്ട് എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആ ടോണറും ഈ ഒരു മോയ്സ്ചറൈസറും. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇടുന്നത്. വേറെ ഒന്നും ഞാൻ മുമ്പ് ഇടാറില്ല. ഇപ്പോൾ ഇത് രണ്ടും ഡെയിലി ഇടുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഫെയറൊക്കെ ആയതുപോലൊരു ഇതുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഡാസ്ലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് മാത്രം ഇടുന്നത്. ഇത്രയാണ് ഞാൻ ഫേസിൽ ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യാറില്ല. എന്നിട്ടും എന്നെ എല്ലാവരും മേക്കപ്പ് എന്ന് വിളിക്കുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വിളിക്കരുത് ഗൈസ്, എനിക്ക് നല്ല സങ്കടമാവും. പിന്നെ ഈ ഒരു അത്തർ ഞാൻ വിച്ചുവേട്ടൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. 2-3 ടൈപ്പ് കൊടുത്തിരുന്നു. അതിനകത്ത് അവൻ്റെ ഫേവറേറ്റ് വൺ ഇതാണ്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് തീർക്കണം. ഞാൻ എപ്പോഴും ഇപ്പോൾ അതാണ് ഇട്ട് വരുന്നത്. നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളി ഒരു മണമാണേ. എവിടുന്നാണ് വാങ്ങിച്ചത്, കോവളത്തുനിന്നോ വിഴിഞ്ഞത്തുനിന്നോ എന്തോ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ മൂവി ഡേറ്റ് ആയതുകൊണ്ട് തന്നെ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് കണ്ണ് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് മസ്റ്റാണ്. അപ്പോഴത്തേക്കും എൻ്റെ മേക്കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും വന്ന് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയതാണ് ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മുടെ റൂമിൽ താഴത്തെ റൂമിൽ ഒരു മെത്ത പഴയത് കിടപ്പുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടാൽ ബെഡ്ഷീറ്റും വിരിച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് മൂവി കാണാം എന്നുള്ളതാണ്.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം റെഡി ആവുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അത് സെറ്റാണ് കേട്ടോ, നമ്മുടെ ആ സ്പേസിന് പറ്റിയത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു മെത്ത അവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, കമ്പിളി, ആ കമ്പിളി ഇങ്ങനെ വിരിച്ച് സെറ്റ് ചെയ്തിട്ട്, അതാകുമ്പോൾ ഇനി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ലാപ്ടോപ്പിലാണ് നമ്മൾ മൂവി കാണുന്നത്. ഓൾറെഡി നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. BFG എന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ, നല്ലൊരു മൂവിയായിരുന്നു, അടിപൊളി മൂവിയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് കുറച്ച് എസ്തെറ്റിക് ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ, ഇതെനിക്ക് കല്യാണത്തിന് മുന്നേ വിജുവേട്ടൻ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഞാനത് എടുത്ത് ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്നു. കാരണം എപ്പോഴെങ്കിലും ഒരു മൂവി ഡേറ്റ്, നമ്മൾ ഒരു ഡിന്നർ ഡേറ്റ് വല്ലതും ചെയ്യുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ അതും ഇതും എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ട് കുറച്ച് എസ്തെറ്റിക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്ലവർ വൈസ് ചെയ്യുന്ന ഫ്ലവേഴ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ടൈമിലാണ് കേട്ടോ ഏട്ടൻ ലാപ്ടോപ്പിലെല്ലാം ഡൗൺലോഡൊക്കെ ചെയ്തെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റിലിട്ടിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഹെഡ്സെറ്റിലിട്ടിട്ടാണ് കേട്ടത്. കാരണം നല്ല ബഹളം വരും, അതിനേക്കാളും നല്ലത് ആർക്കും ഒരു ശല്യമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹെഡ്സെറ്റ് ഇട്ടിട്ട് നമ്മൾ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂവിയൊക്കെ തുടങ്ങി. നമ്മുടെ BFG, ഇതാണ് മൂവിയിലെ നായിക കേട്ടോ, ഒരു കുട്ടി പെണ്ണ, പക്ഷെ അടിപൊളിയാണ്, നല്ല മൂവിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാഗിയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ മാഗി ഉണ്ടാക്കി. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നല്ല തണുത്ത് പോയി. പിന്നെ എന്തായാലും സാറില്ല കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂവിയിൽ ഒക്കെ കാണുമ്പോൾ മാഗിയൊക്കെ കഴിച്ച് സെറ്റ് ആവണം കേട്ടോ. ഇനി ഒരു കാര്യം കേൾപ്പിച്ച് തരാം, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പുഴയോ എന്തോ ഉണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കാമേ. കേട്ടോ, നല്ല സൗണ്ടല്ലേ? ഈ ഒരു സൗണ്ടും കേട്ടുകൊണ്ടാണ് നമ്മൾ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം പോയതേ അറിഞ്ഞില്ല. കുറച്ച് നല്ല ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നത് വിച്ചുവേട്ടനാണ്. എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല, ഞാൻ പോയി കിടന്ന് ഉറങ്ങാനാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ സെറ്റ് ചെയ്ത് എനിക്ക് തരാറുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.